വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ തിന്മകളിൽ നിന്നും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 121 അധ്യായം 7 വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഈ ലോകം തിന്മയാൽ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും ദുഷ്ടതയും അക്രമവും നാം കാണുന്നു. രോഗം, അപകടങ്ങൾ, ദുരന്തങ്ങൾ, വിവിധ അപകടങ്ങൾ തുടങ്ങിയവ നമ്മെ ചുറ്റിപ്പറ്റിയാണ്. ദോഷം തേടി മന്ത്രവാദവും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് എല്ലാത്തരം തിന്മകളെയും പട്ടികപ്പെടുത്തുന്നതിനു പകരം സങ്കീർത്തനക്കാരൻ ശക്തവും സമഗ്രവുമായ ഒരു വാഗ്ദാനം പ്രഖ്യാപിക്കുന്നത്. കർത്താവ് നിന്നെ സകല തിന്മകളിൽ നിന്നും രക്ഷിക്കും. ഈ ഉറപ്പ് എല്ലാ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു, സംശയത്തിനിടമില്ല. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിന്നെ സ്ഥാപിക്കുകയും ദുഷ്ടനിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമെന്ന് 2 തെസ്സലോനിക്കർ 3 അധ്യായം 3 വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം വീണ്ടും സ്ഥിരീകരിക്കുന്നു. നാം തെറ്റിപ്പോകുമ്പോഴും അവന്റെ വാഗ്ദാനങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നാം അവിശ്വസ്തരാണെങ്കിൽ അവൻ വിശ്വസ്തനായി തുടരുന്നു. അവന് തന്നെ നിഷേധിക്കാൻ കഴിയുകയില്ല എന്ന് 2 തിമോഥെയോസ് 2 അധ്യായം 13 വാക്യത്തിൽ പറയപ്പെടുന്നു. നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഇളകാത്ത അടിത്തറയിലാണ് നിലകൊള്ളുന്നത്. ദൈവം വ്യാജം പറയുവാൻ മനുഷ്യനല്ല, മാനസാന്തരപ്പെടുവാൻ മനുഷ്യപുത്രനുമല്ല. അവൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമോ, അതോ അവൻ സംസാരിച്ചിട്ട് അവനത് നന്നാക്കുകയില്ലയോ എന്ന് സംഖ്യാപുസ്തകം 23 അധ്യായം 19 വാക്യത്തിൽ ചോദിക്കുന്നു. അവൻ ഫോഷ്ക്ക് പറയാൻ കഴിയാത്ത ദൈവമെന്ന് തീത്തോസ് 1 അധ്യായം 2 വാക്യത്തിലും ദൈവത്തിന് വ്യാജം പറയാൻ കഴിയില്ലെന്ന് എബ്രായർ 6 അധ്യായം 18 വാക്യത്തിലും പറയപ്പെടുന്നു. നമ്മെ കാക്കുന്ന കർത്താവ് നമ്മെ സംരക്ഷിക്കാൻ വിശ്വസ്തനാണ്. പ്രത്യാശയോടെയും ആത്മവിശ്വാസത്തോടെയും കൂടി നമുക്ക് പാടാം, ഭയപ്പെടേണ്ട, അവൻ നമ്മെ സംരക്ഷിക്കും. അതെ, അവൻ തന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. തന്റെ കൃപയുടെ കോട്ടയിൽ നാം അഭയം പ്രാപിക്കുന്നു. നമ്മെ കാക്കാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. ജ്വലിക്കുന്ന വാളുകളാൽ നമ്മെ വലയം ചെയ്യുന്നു. നമ്മെ സംരക്ഷിക്കാൻ അഗ്നിരഥങ്ങളെ അയക്കുന്നു. എല്ലാത്തിനുമുപരി അവൻ നമ്മെ തന്റെ ചിറകുകൾ കൊണ്ട് മൂടുകയും തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്ത് അപ്രതീക്ഷിതമായ രോഗങ്ങൾ, അപകടങ്ങൾ, ദുഷ്ടന്മാരുടെ പദ്ധതികൾ എന്നിവ നമ്മെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു, കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരമാകുന്നു, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് സുരക്ഷിതരായിരിക്കുമെന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം 10 വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവമക്കളെ, അഭയത്തിനായി കർത്താവിന്റെ അടുക്കിലേക്ക് ഓടുവിൻ. തന്നിൽ ആശ്രയിക്കുന്ന ഏവരെയും സംരക്ഷിക്കാൻ അവൻ വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 തിമോഥെയോസ് 4 അധ്യായം 18 വാക്യം. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗരാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തനം 3-4 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 10 അധ്യായം 32 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.